അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമവായ, നേന്ത്രവായ, പൊണ്ണവായ. സൈനുൽ ചെറുശ്ശേരി ഉസ്താദ് പറഞ്ഞ പോലെ ഒരു സമവായ അങ്ങനെ വായണ്ടോ? നമ്മൾ കേട്ടത് നേന്ത്രവായ, അത് പ്രകാരം തന്നെ മൈസൂര് വായ, മലമുണ്ടി വായ, പല ജാതി വായക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സമവായ എന്ന വായ അത് കൊലക്കും സംശയിക്കും. ആ വായൊന്നും കൊലക്കാൻ പോണില്ല. പതിനെട്ടടവും പമ്പരും ആരൊക്കെ കൂട്ടുപിടിച്ചാൻ പറ്റുമോ ഓരൊക്കെ കൂട്ടുപിടിച്ചിട്ട് സമസ്തന്റെ നേതാക്കന്മാർക്കെതിരെ, അതിൻ്റെ സച്ചരിതരായിരിക്കുന്ന ആലിമീങ്ങൾക്കെതിരെ, വിശിഷ്യ സയ്യിദുൽ-ഉലമക്കെതിരെ പടവാള ഓങ്ങിയിട്ട് ഫൈറ്റ് നടത്തിയിട്ട് വിജയിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സമസ്ത 100ാം വാർഷിക മഹാസമ്മേളനത്തിലേക്കുള്ള കുതിപ്പിൻ്റെ ആ ഒരു ശക്തി കണ്ടപ്പോൾ വിറളി പൂണ്ട ആളുകൾ എന്തൊക്കെ തോന്നിയ ദിവസങ്ങളാണ് കഴിഞ്ഞ കാലത്ത് കാട്ടിക്കൂട്ടിയത്? എന്തൊക്കെ കാട്ടിക്കൂട്ടിയത്? സമാന്തര സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു. എന്നിട്ട് സമസ്തകളെ ജമിയത്തുലമ ആവുന്നതടക്കം ആവുന്നതിൻ്റെ പരമാവധി പറഞ്ഞു. വ്യക്തികളെ പേരെടുത്തുകൊണ്ട് അധിക്ഷേപിച്ചു. മനസ്സിലായില്ലേ? സമസ്തയുടെ തീരുമാനങ്ങൾക്ക് പുല്ല് വില കൊടുത്തു. സമസ്ത തള്ളിയതിനെ പറ്റാവുന്ന അത്രയും ആളുകളെ കൂട്ടിയിട്ട് MLA സ്ഥാനം, മന്ത്രിസ്ഥാനം, MP സ്ഥാനം, അതുപോലെ തന്നെ എല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് സമസ്തനെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വഫീൻ്റെ പ്രൊമോട്ട് ചെയ്തു. എന്തൊക്കെ തോന്നിയ സ്ഥലങ്ങൾ ഇതൊക്കെ പൊതുജനം മറക്കുമോ? സമസ്തന്റെ മുഹിബ്ബീങ്ങൾക്ക് മറക്കാൻ കഴിയുമോ? ഇപ്പൊ പറയാം, സമവായ SKSFന്റെ ജാരിയ ഫണ്ട് പരാജയപ്പെടുത്താൻ, സുപ്രഭാതം അതിൻ്റെ ലോഞ്ചിങ് പരാജയപ്പെടുത്താൻ, അതിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഏറ്റിട്ട് അതിൻ്റെ ടിക്കറ്റിൻ്റെ പൈസയും അതുപോലെ തന്നെ ഫ്ലാറ്റിൻ്റെ പൈസയും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പ്രവർത്തകരെ നിരുത്സാഹപ്പെടുത്തിയിട്ട് വരാമെന്ന് വിചാരിച്ച കോൺഗ്രസിന്റെ നേതാക്കന്മാരെ വരെ മുടക്കി സുപ്രഭാതത്തിൻ്റെ 2-3 വർഷം തുടർച്ചയായിട്ടുള്ളതായിരിക്കുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ മരവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് ഒന്നും അവിടെ ഏശണില്ല. അതിപ്പോൾ ലാസ്റ്റ് വന്നിട്ടാണ് സമവായ ഒലക്കൻ്റെ മൂട്. നിങ്ങൾക്ക് സമസ്തകളുടെ ജമിയത്തുലമയെ നിങ്ങൾ തൊള്ളോണ്ട് കുറെ പറഞ്ഞിരുന്നു, കുറെ അതിൻ്റെ മഹാത്മ്യം പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾക്കത് ആസ്വദിക്കാനും അതിൽ നിന്ന് പോകാനുള്ള തോഫീക്ക് ഉണ്ടായിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോരുത്തന്മാർ ഓരോ കോണെന്ന് ചോദിക്കുക, 10 കോടിൻ്റെ തെളിവ് കൊണ്ടേ, 10 കോടിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങോട്ട് ഇടി, ഇന്നലെ ഞങ്ങൾ വിശ്വസിക്കുള്ളൂ. ചിലക്കാണ്ട പോയടാ അവിടുന്ന്. നിങ്ങളെ വിശ്വസിപ്പിക്കേണ്ട പണിയാണ് ഞങ്ങൾക്ക് ഇവിടെ. മനസ്സിലായോ? ഞങ്ങളൊരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിലേ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുണ്ട് ഇവിടെ. 100 കൊല്ലം സുന്നത്ത് ജമാഅത്ത് എന്തെന്ന് പഠിച്ച, സുന്നത്ത് ജമാഅത്ത്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാമിന്റെ യഥാർത്ഥ പാന്താവാണെന്ന് പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ. ഓരോരുത്തർ നിന്ന് കിട്ടുന്ന നാണയത്തുട്ടുകൾ മതി. ചിലവർ ഇതാണ് 10 കോടി പോയിട്ട് 100 കോടി ആവേണ്ട സമയം കഴിഞ്ഞു എന്ന്. തഹിയ ഫണ്ടേ 100 കോടി ആവേണ്ട സമയം കഴിഞ്ഞു, ഞങ്ങൾ സഹകരിക്കാത്തത് കൊണ്ടാണെന്ന്. പൊന്നാര ചങ്ങായിമാരെ, ഈ കൊച്ചു കേരളത്തിലുള്ള ആൾക്കാരെന്നല്ലേ ഇപ്പം ഇതിന് കിട്ടുള്ളൂ. ഈ കൊച്ചു കേരളത്തിലെ എല്ലാ മുസ്ലിമീങ്ങളുടെ നിന്നും കിട്ടൂല. മുജാഹിദ് ഒഴിവാണ്, ജമാഅത്തെ ഇസ്ലാമി ഒഴിവാണ്, അതുപോലെ തന്നെ സുന്നികളിൽ പലതും ഒഴിവാണ്. സമസ്തന്റെ ആളുകളാണെന്ന് പറയപ്പെടുന്നതിൽ നിന്ന് കുറച്ച് സ്വഹാബികളും വഹാബികളും അതും പോയി. മനസ്സിലായില്ലേ? പിന്നെ കട്ട ലീഗാണ്, കട്ട സമസ്ത എന്ന് പറഞ്ഞാൽ ഓരും പോയി. ഒക്കെ കേച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ ഷെജറ എന്ന് പറയപ്പെടുന്ന ആൾക്കാരിൽ നിന്ന് കിട്ടിയ ഈ 5ഉം 10ഉം 100ഉം 500ഉം കിട്ടിയിട്ടല്ലേ ഈ 10 കോടിയിലധികമായത് ഒരു മാസം കൊണ്ട്. അപ്പൊ അത് ഫെബ്രുവരിയിലെ സമ്മേളനത്തോടു കൂടി സമസ്തന്റെ ആ ടാർഗറ്റ് പൂർത്തിയായി എന്നുള്ളത് എന്ത് ചെയ്യുന്നറിയോ? സയ്യിദുൽ-ഉലമ പ്രഖ്യാപിക്കും. അത് ഉറപ്പാണ്. ഇത് കണ്ടപ്പോ ഇനി നമ്മള് നിന്നിട്ട് കാര്യമില്ല. മുക്കം ഉമർ ഫൈസ് ഉസ്താദ് പറഞ്ഞ പോലെ ഷെയ്ഖുന ശംസുലമയുടെ ചാരത്ത് വെച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഇത് നൂഹ് നബിന്റെ കപ്പലാണ്, പുറപ്പെടുകയാണ്, വാണയും ചാടി കയറിക്കോളിന്ന്, ഓ കൻഹാനിങ്ങളെ വാണയും കയറി രക്ഷപ്പെട്ടോളിന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് ബോധോദയം വന്നിക്കാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടോളി. നമുക്ക് നിങ്ങൾ രക്ഷപ്പെടണം എന്നാണ് നമ്മുടെ താല്പര്യം.
നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളൊക്കെ ഈമാൻ സംരക്ഷിക്കണം, ഈമാൻ വിജയിക്കണം, ഈമാൻ സലാമത്താണെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹം. അതുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം നേരായ മാർഗം അത് ഉലമാവ് വറസത്തുൽ അംബിയാണ്. അമ്പിയാക്കന്മാർ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. മാത്രമല്ല സയ്യിദുൽ ഉലമ ഒരു പണ്ഡിതനാണ്. അതിനും പുറമെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ആരാണ്? അഹ്ലു ബൈത്തി കസ്സഫീനത്തി നൂഹ്. എത്ര വലിയ മഹത്തായിരിക്കുന്ന വാക്കാണ് ആ വാക്ക്. എൻ്റെ അഹ്ലു ബൈത്ത് നൂഹ് നബിന്റെ കപ്പൽ പോലെയാണ്. അപ്പോൾ പണ്ഡിതനാണ് സയ്യിദുൽ ഉലമ, അതോടൊപ്പം ആരുമാണ്? ബഹുമാനപ്പെട്ടവര് സയ്യിദുമാണ്. അപ്പൊ ആ സയ്യിദ് നേതൃത്വം കൊടുക്കുന്ന ആ ഒരു കപ്പലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ആ കപ്പലിലൂടെ സഞ്ചരിച്ച് എവിടേക്കെത്തും? വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികളായിരിക്കുന്ന പണ്ഡിതന്മാർ നിങ്ങൾ അമ്പിയാക്കന്മാരിലേക്ക് എത്തിക്കും. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് കേറിക്കോളി, സമയം വൈകിട്ടില്ല. സമസ്തന്റെ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ കയറിയത് എന്നൊന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. അതിന്റെ 3/4% പണികൾ അണിയറയിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി ഡേറ്റിലേക്കാണ്ട് എത്തിയാൽ മാത്രം മതി. എല്ലാം സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു യാത്രക്ക് വേണ്ട എന്തൊക്കെ സജ്ജീകരണങ്ങളുണ്ടോ അതൊക്കെ ഞങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അതിന് പോകാനുള്ള ടിക്കറ്റ് ഞങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, വാഹനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ സ്ഥലം റെഡിയാക്കിയിട്ടുണ്ട്, സമ്മേളനം നടക്കേണ്ടുന്നതും അതുപോലെ തന്നെ ക്യാമ്പ് നടക്കേണ്ട കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള സമ്പത്ത് പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ചെലവാക്കാനുള്ള സമ്പത്ത് അതിലപ്പുറപ്പായി. ഇനി അത് സംബന്ധമായിട്ട് കുറച്ച് അണിയറയിൽ കുറച്ച് വർക്കുകൾ പൂർത്തിയാക്കാനുണ്ട്. അതൊക്കെ പൂർത്തിയാക്കാനുള്ള സമ്പത്താണ് ഇനിയിപ്പോ പറഞ്ഞതുപോലെ ആരെയാണോ ഈ പതാക ഏൽപ്പിക്കേണ്ടതെങ്കിൽ അവരിലേക്ക് ഈ പതാക എത്തിക്കുക തന്നെ ചെയ്യും. പതാക നിങ്ങൾ നിന്നാൽ നിങ്ങളുടെ ആക്കിബത്ത് മോശമാകുമെന്നല്ല യാതൊരു സംശയവും. 100-ാം വാർഷികം വരുന്നതിന് മുമ്പ് കല്ലും മുള്ളും വേർതിരിഞ്ഞാലേ സുന്നത്ത് ജമാഅത്തിൽ നിൽക്കേണ്ട ആൾക്കാർ അവിടെ നിന്നോളൂ അടി ഉറച്ചിട്ട്. 100-ാം വാർഷികത്തിനും ക്യാപ്പ് കൊടുത്താലേ 100 വരെ ആഘോഷിക്കാൻ ഞങ്ങളും ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ താൽക്കാലം ഞങ്ങൾ പിരിയാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നോളൂ ഞങ്ങളെ കൂടെ എന്ന് പറയും. മനസ്സിലായില്ലേ? ഓല് മുഷാവറ എന്ന് വേറെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നിൽക്കുകയാണ്. മുസ്തഫൈസിനെ ചേർക്കണം, ബഹാദുദ്ദീനെ ചേർക്കണം, തോക്കനെ ചേർക്കണം, വയനാട്ടുകാരനെ ചേർക്കണം, ഹംസോലിയരോ അങ്ങനെ ഒരു 5-8 ആൾക്കാരോട് കണ്ടച്ചു പോകണം. അതുപോലെ റാമൂളികളെ എന്നിട്ട് ഓൾക്ക് ഒരു മുഷാവറ ഉണ്ടാക്കണം. പിന്നെ കീഴടങ്ങളിൽ പ്രവർത്തിക്കാനുള്ള ആൾക്കാരുണ്ടല്ലോ, ഇത് പിളർത്താൻ വേണ്ടി നടക്കുകയാണ്. എന്നിട്ട് ഓലെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ പിന്നെ സമ്മേളന സ്വാസംഘം ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടായത് പരിഹരിച്ചു വരട്ടേന്ന്, എന്നിട്ട് മതിയല്ലോ വേറെ പരിഹരിക്കുക. ഇതിനെ പറ്റി തിരക്കൂട്ടണം. ഇനിയുണ്ടല്ലോ 2-3 മാസം ഇതിനെ പറ്റി തിരക്കൂട്ടണം.